അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നമ്മുടെ SSLC റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും നല്ല റിസൾട്ട് തന്നെ കിട്ടി എന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കുറേ പേര് ഇങ്ങനെ നല്ല ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് ഇത്രയും നല്ല മാർക്ക് കിട്ടി, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് അത്രയും സന്തോഷത്തോടു കൂടെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടി എന്നൊക്കെ അറിഞ്ഞതിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം നമ്മൾ ടീച്ചേഴ്സിനായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആ ഒരു SSLCയുടെ ആ ഒരു എക്സാമിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും, നമ്മുടെ കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മുടെ ഓരോ ലാസ്റ്റത്തെ സമയത്തൊക്കെ നമ്മുടെ മാരത്തോൺ ലൈവുകളും എല്ലാതും അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ സെറ്റാക്കി വെക്കാം. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് അത്രയും എഫേർട്ട് എടുത്തതിൻ്റെ ആ ഒരു റിസൾട്ടാണ് ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ +1 +2 എല്ലാത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ഇതേപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് എൻ്റെ കുട്ടികളുടെ മാർക്കൊക്കെ വാങ്ങാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ SSLCക്ക് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഫുൾ A+ തന്നെ കിട്ടിയിട്ടുണ്ടാവണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. അതായത് ചിലർക്ക് ഇപ്പോൾ 9A+ ആയിരിക്കും, ചിലർക്ക് 8A+ ആയിരിക്കും, ചിലർക്ക് 7A+ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും മാർക്ക് ഉണ്ടാവുക. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, മിസ്റ്റർ റീവാലുവേഷൻ എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും നടക്കുന്നുണ്ടാവുക, അതിൻ്റെ ഡേറ്റ് എന്നാണ്, റിവാലുവേഷൻ്റെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും, അങ്ങനെ തുടങ്ങി പല ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡൗട്ടുകളാണ് മിസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് നമുക്കിപ്പോൾ 9A+ ആണെന്നുണ്ടെങ്കിൽ 10A+ ആക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ 8A+ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 9A+ ആക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ടായിരിക്കും, ഞാൻ പേപ്പറിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എന്തോ ആ ഒരു സബ്ജക്റ്റിൽ എനിക്ക് മാർക്ക് കുറവായ മാതിരി തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പുനർമൂല്യനിർണ്ണയത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതാണ് മെയ് 9 മുതൽ മെയ് 15 വരെ നിങ്ങൾക്ക് റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ച് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റീവാലുവേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇപ്പം നമുക്കത് നമ്മുടെ സൈറ്റിലിപ്പോൾ ഇത് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള, അത് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിന് എത്രയായിരിക്കും അതിൻ്റെ ഫീസൊക്കെ വരുന്നത്, എല്ലാത്തിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തിന് മിസ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം, എങ്ങനെയായിരിക്കും ഇത് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കുക, ഏകദേശം എത്രയായിരിക്കും അതിൻ്റെ ഫീസ് വരുന്നുണ്ടാവുക, ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ മിസ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ മിസ്റ്റർ ഐഡിയ ആണ് കേട്ടോ പറഞ്ഞിരുന്നത്, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, നമ്മുടെ kerala.result.nic.in എന്നോ അല്ലെങ്കിൽ result.kite.kerala.government.in എന്നോ അല്ലെങ്കിൽ result.kerala.government.in എന്നോ ഇതിൽ ഏതെങ്കിലും സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഈ സൈറ്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കും. അത് അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, SSLC റിവാലുവേഷൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റിവാലുവേഷൻ്റെ സൈറ്റ് നമുക്ക് അവിടെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ലിങ്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ അതിനുശേഷം നിങ്ങൾ നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്ക്രൂട്ടിനി ഫോം 2024 എന്ന് പറഞ്ഞിട്ട് അവിടെ കാണും, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫീസ്, അതിനൊരു ഓരോന്നിനും ഓരോരോ ഫീസ് ഉണ്ടായിരിക്കും. ആ ഫീസ് മിസ് പറഞ്ഞുതരാം, ഒരു ഏകദേശമാണ് കേട്ടോ, അത് പറഞ്ഞുതരാം. ആ ഫീസ് നിങ്ങൾ പേ ചെയ്യുക. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു നമ്മൾ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ട കാര്യമുള്ളത്. അപ്പോൾ ഇത് ഇനി മിസ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു നമുക്കൊരു കൺഫർമേഷൻ അത് കറക്റ്റായിട്ട് ആ ലിങ്ക് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഒരു വീഡിയോ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് മിസ് ഒരു ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ് ഇപ്പോൾ മിസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അഥവാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഫേയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്ഷയ സെൻറ്റേഴ്സിലോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഏകദേശം ഇതിന് ഫീസ് എത്രയായിരിക്കും വരിക എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീവാലുവേഷന് ഇത് കഴിഞ്ഞ വർഷത്തെ ഫീസായിരുന്നു. കഴിഞ്ഞ വർഷം വന്നിരുന്നത് 400 പെർ പേപ്പർ ആയിരുന്നു. അതാണ് പുനർമൂല്യനിർണ്ണയം. ദെൻ സ്ക്രൂട്ടിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് 50 rupees പെർ പേപ്പർ വരിക. ദെൻ ഫോട്ടോ കോപ്പി, നമുക്ക് അതിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ 200 പെർ പേപ്പർ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇത്ര തന്നെ ആവാനാണ് ഈ ഒരു വർഷവും ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മിസ് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരിക എന്നുള്ളൊരു ഐഡിയ ആണ് ഇപ്പോൾ മിസ് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ കൺഫർമേഷൻ ആയിട്ട് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ ഡേറ്റ്. ഓക്കെ,
അപ്പോൾ നാളെ അതായത് മെയ് 9 മുതൽ മെയ് 15 വരെയാണ് റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള നമുക്ക് ടൈം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിനി കുറച്ചും കൂടി കൂടുതൽ മാർക്ക് വേണം, ഞാനതിൽ നന്നായിട്ട് എഴുതിയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു സമയമാണിത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ മാർക്കൊക്കെ എന്താ നമുക്ക് അറിയാനായിട്ട്, എല്ലാവരുടെയും മാർക്ക് അറിയാനായിട്ട് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുക, എങ്ങനെയുണ്ട് നിങ്ങളുടെ SSLC റിസൾട്ട് എന്നുള്ളത് വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു മക്കളെ.